ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മോമലീഷ്യസ്. അപ്പോൾ ഇന്നൊരു ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഞങ്ങൾ പുറത്തുനിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തത്. ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഊറ്റി വെച്ച ചിക്കനാണ്. പിന്നെ ഞാൻ ചിക്കനൊക്കെ ഈ ഒരു വലുപ്പത്തിലാട്ടോ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ 65നേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വാങ്ങിയത്. പിന്നെ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നന്നായിട്ട് ചിക്കനൊക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്, വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. തീരെ വെള്ളം വേണ്ട, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കണം, അതിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത്, പിന്നെ 1 ടേബിൾ സ്പൂൺ സുർക്ക വിനീഗറും ആഡ് ചെയ്തു. ഈ സുർക്ക ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളിൽ, അതിന് വേണ്ടിയിട്ടാണ് വിനീഗർ ആഡ് ചെയ്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്തത്. ഇത് ഞാൻ ക്രഷ് ചെയ്തെടുത്ത വറ്റൽ മുളകാണ്. ഇത് ഞാൻ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. അതിനുശേഷം 2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ 2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ പൊടികളൊന്നും പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ മുളക് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അതിന് കൂടെ ഇട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. ഇനി മല്ലിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ബീഫ് മസാല പൗഡർ ആഡ് ചെയ്താലും മതി. ഇത് രണ്ടും 1/2 മതി കേട്ടോ, കാരണം ഇത് ഓവറായിട്ട് ആഡ് ചെയ്താൽ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുക. പിന്നെ ഒരു നുള്ള് കളർ ആഡ് ചെയ്യുക. ഞാനിത് ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ ആഡ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഓപ്ഷണലാണ്. ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തൈരാണ്. ഞാനിവിടെ 4 സ്പൂൺ തൈരാണ് ആഡ് ചെയ്തത്. വിനീഗറിനനുസരിച്ചിട്ടുള്ള തൈര് ആഡ് ചെയ്താൽ മതി. നല്ല പുളി ഉണ്ടെങ്കിൽ തൈരിൻ്റെ അളവ് ഇത്തിരി കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 4 സ്പൂണാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇതൊരു മീഡിയം സൈസ് പുളിയുള്ള തൈരായതുകൊണ്ട് തന്നെ 4 സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തത്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, അപ്പോഴേ ഇത് ശരിക്ക് ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതി.
അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിന് 1 മണിക്കൂർ ശേഷം എടുത്ത് കൊണ്ടുവന്ന ചിക്കനാണ്. അപ്പോൾ ഞാൻ ഇതുവരെ കോൺഫ്ലവർ പൗഡറോ അരിപ്പൊടിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അത് ആഡ് ചെയ്യാതെ ഇരുന്നത് തന്നെ ഈ മസാല ഒക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ നേരമാണ് ഇതൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ആഡ് ചെയ്തത്. പിന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും ആഡ് ചെയ്തു. പിന്നെ ഞാനിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലെന്തോ കുറവുണ്ടോയെന്ന് അപ്പോൾ തന്നെ നോക്കുക. അപ്പോൾ ഉപ്പോ വേറെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ എന്തായാലും ഉപ്പിൻ്റെ ഒരു പോരായ്മ വരും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൊടികളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ചെറുനാരങ്ങൻ്റെ വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ ഞാൻ 1/4 ഭാഗം സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തത്. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു. കറിവേപ്പിലേൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ 2 പച്ചമുളക് കീറിയിട്ടാണ് ആഡ് ചെയ്തത്. പിന്നെ ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ചിക്കൻ്റെ കൂടെ ഇത് ആഡ് ചെയ്താൽ ഇത് ചിലപ്പോൾ കരിഞ്ഞു പോകും, ചിക്കൻ നന്നാവില്ല, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുന്നതിനുണ്ട് ഇതാദ്യം ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഓരോ പീസ് ചിക്കനായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം ഫുള്ളായിട്ട് കൂട്ടിയിട്ട് വേണം ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓയിൽ പെട്ടെന്ന് ചിക്കനിലേക്ക് അബ്സോർബ് ആവും. പിന്നെ ചിക്കൻ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ഫ്ലെയിം ഫുള്ളായിട്ട് കുറച്ച് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. പിന്നെ ഫുൾ ഫ്ലെയിമിലിട്ട് നിങ്ങൾ കുക്ക് എടുക്കാൻ ശ്രമിച്ചാൽ പുറത്ത് മാത്രം കരിഞ്ഞ് ഉള്ളിൽ വേവാതെ ആയിപ്പോവും. അപ്പോൾ നന്നായിട്ട് ചിക്കൻ കുക്കാവണമെങ്കിൽ ഇങ്ങനെ മൂടി വെച്ച് ഈ ഒരു ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 2-3-4 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് മറിച്ച് നോക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എല്ലാ ചിക്കനും അങ്ങനെ മറിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും അങ്ങനെ മറിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡും കൂടെ കുക്കാവാൻ മറിച്ചതിന് ശേഷം ഞാനിങ്ങനെ മൂടി വയ്ക്കുകയാണ്. അപ്പോൾ 65ൻ്റെ ഫസ്റ്റ് ട്രിപ്പ് റെഡിയായി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അവസാനം സെർവ് ചെയ്യാൻ നേരത്ത് ഒരു ലൈമും കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെയും കൂടെ ഒഴിച്ച് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണീൻ്റെ കൂടെയും പത്തിരീൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്ര ക്രിസ്പിയാണെന്ന്, അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മോമലീഷ്യസ്.